എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തി റെസിപ്പിയാണ്. വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്ന ആൾക്കാർക്കും ശരീര സൗന്ദര്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സ്മൂത്തി കഴിക്കുന്നത് വളരെ തന്നെ നല്ലതാണ്. തടിയെല്ലാം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലൊരു സ്മൂത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് മധുരം ഒന്നും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നതും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു ബീട്രൂട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിന്റെ തോലെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സ്മൂത്തിയൊക്കെ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നല്ല കളറുള്ള ബീട്രൂട്ട് വേണം നമുക്ക് എടുക്കാനായി. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ടിന്റെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അല്പം വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ വെന്ത് വരാൻ ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വേവിച്ചെടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്ക് കൂടെ മാറ്റാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു സ്മൂത്തി നമുക്കൊരു 4 ഗ്ലാസ് അളവിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ബീട്രൂട്ട് ഇവിടെ നല്ല പോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വറ്റി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടത് കൂടിയാണ്. ഇനി നമുക്ക് തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് വന്ന ബീട്രൂട്ട് നമുക്കിനി അരച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു സ്മൂത്തി ഡയബറ്റിക് പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ്. നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. പകരമായിട്ട് ഞാനിതിലേക്ക് ഒരു 4 ഞാലിപ്പൂവൻ പഴം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഇതൊന്ന് ശീലിച്ചാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കുന്നതിനായിട്ടുള്ള പാല് ചേർക്കണം. പാല് നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് മിക്സിയുടെ ജാറ് മൂടിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് 2 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ അതിന്റെ ആ ഒരു പാൽ ചുവയൊന്നും ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഏലക്ക കുരു കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടെ കറക്കി എടുത്തിട്ട് വരാം. വളരെ എളുപ്പത്തിൽ തന്നെ ഞാനിവിടെ കറക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചെടുത്ത സ്മൂത്തി നമുക്ക് ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഡയറ്റൊക്കെ നോക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഇതുപോലുള്ള സ്മൂത്തികളൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ടും. പരമാവധി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഈ ഇതുപോലുള്ള ഹെൽത്തി ജ്യൂസുകളിലൊക്കെ നമ്മൾ പഞ്ചസാര ഒഴിവാക്കി വേണം ചെയ്തെടുക്കാനായിട്ടും. അപ്പോഴാണ് അതൊരു ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.